UDF പ്രവേശന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ PV അൻവർ. ഇനി UDFന്റെ പിന്നാലെ പോകാനില്ലെന്നും മത്സരത്തിന് സജ്ജമെന്നുമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാട്. എന്നാൽ PV അൻവറുമായി അവസാനഘട്ട സമവായ ചർച്ചകൾ UDF നേതൃത്വം ഇപ്പോഴും നടത്തുന്നുണ്ട്. അൻവറിന്റെ UDF പ്രവേശന കാര്യത്തിൽ തീരുമാനം നീളുകയാണ്. എന്നാൽ ഇനി കാത്തിരിക്കാനില്ലെന്ന് വ്യക്തമാക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ സന്നദ്ധമാണെന്ന് ദേശീയ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. ഇനി കോൺഗ്രസിന്റെ കാലുപിടിക്കാനില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് EA സുഗു 24നോട് പറയാലോ. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് എടുക്കാവുന്ന ഒരു നിലപാട് ഇനി ഞങ്ങൾ മത്സരരംഗത്തേക്ക് വരിക എന്നുള്ളതാണ്. ഇനി അപമാനിതരായി പുറത്തു നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങളെ പ്രവർത്തകരുടെ ഇടയിലില്ല. ഇന്ന് വൈകുന്നേരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും നാളെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗമുണ്ട്. ആ യോഗത്തിന് ശേഷം ഞങ്ങൾ മത്സരരംഗത്തേക്ക് വരാനുള്ള പ്രഖ്യാപനം ഞങ്ങൾ നടത്തും. ഇന്ന് വൈകിട്ട് മഞ്ചേരിയിൽ നടക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ധാരണയിലെത്തും. നാളെ നടക്കുന്ന പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം പ്രഖ്യാപനം. എന്നാൽ സമവായ ചർച്ചകളും തകൃതിയായി നടക്കുന്നുണ്ട്. അനുനയ ചർച്ചകൾ തുടരുന്നുവെന്ന് നേതാക്കൾ. ഞാൻ ധരിക്കുന്നത് അദ്ദേഹം മത്സരിക്കില്ല എന്നാണ്. അദ്ദേഹം ഞാൻ മത്സരിക്കുക. അദ്ദേഹത്തിന് പിണറായി വിജയനെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ് ഉള്ളതെങ്കിൽ ആ രാഷ്ട്രീയമല്ലേ അദ്ദേഹം പ്രതിഫലിക്കേണ്ടത്. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞാൻ അൻവറുമായി സംസാരിച്ചു. അൻവർ ഇന്നലെ വേണുഗോപാലുമായി സംസാരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ വേണുഗോപാൽ വിളിച്ചിട്ട് അദ്ദേഹത്തെ കിട്ടിയില്ല. ആ സംസാരം ഞങ്ങൾ തുടരും. ഞങ്ങൾ എല്ലാവരും കൂടി യോജിച്ചു പോകാനാണ് ശ്രമിക്കുന്നത്. PV അൻവർ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞ പരാമർശങ്ങൾ തിരുത്തി ആദ്യം നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നത്. എങ്കിൽ ഉടൻ UDF അസോസിയേറ്റ് അംഗമെന്ന പ്രഖ്യാപനം. ഈ രീതിയിലുള്ള ചർച്ചകളാണ് അവസാനവട്ടം നടക്കുന്നത്. പ്രശ്നപരിഹാരമായില്ലെങ്കിൽ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറും. ടീം 24 നിലമ്പൂർ.